ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള നടൻ സിദ്ദിഖിനെ പിടികൂടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഹോട്ടലുകളിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയും അന്വേഷണ സംഘം പരിശോധന നടത്തി. എറണാകുളത്തും ജില്ലയ്ക്ക് പുറത്തും SITയുടെ പരിശോധന തുടരുകയാണ്. അതേസമയം ജാമ്യം തേടി സിദ്ദിഖ് ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് വിവരം. കൊച്ചിയിലെ 2 വീടുകളിലും ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നു. പക്ഷേ ആലുവയിലെ വീട്ടിലും രണ്ടാമത്തെ വീട്ടിലും സിദ്ദിഖ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ആലപ്പുഴയിലെ ഹോട്ടലിൽ സിദ്ദിഖിന്റെ ബെൻസ് കാർ കണ്ടു എന്നുള്ള വിവരവും ആ പാർക്കിങ്ങിൽ അന്വേഷണവും പരിശോധനയും ഒക്കെ ഹോട്ടലിലും തുടർന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും സിദ്ദിഖ് ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ഡാനി ഇപ്പോൾ നൽകും വിവരങ്ങൾ. ഡാനി, ഈ അന്വേഷണ സംഘം സിദ്ദിഖിനായുള്ള തെരച്ചിൽ തുടരുന്ന സാഹചര്യമാണ്. അതിനിടയിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉറയ്ക്കുകയാണോ? ഇന്നലെ അഭിഭാഷകരെ കണ്ടിരുന്നല്ലോ കുടുംബം. എൽദോ, അത് തന്നെയാണ് ഒരു നീക്കം. കാരണം ഇന്ന് സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചേക്കുമെന്ന് തന്നെയാണ് വളരെ കൃത്യമായി വരുന്ന ഒരു വിവരങ്ങൾ. സിദ്ദിഖ് ഈ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അതിന് ചില കാര്യങ്ങൾ സാങ്കേതികമായി പൂർത്തിയാക്കാനുള്ള ഒരു ഇടവേളയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാവകാശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ, ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തിയാക്കും. വൈകാതെ നമ്മൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ആ വാർത്ത സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സിദ്ദിഖിന് അതിനൊരു പിന്നീട് ആ കോടതിയുടെ ഒരു തീരുമാനം എന്താണ് എന്നത് വരും വരെ കാത്തിരിക്കേണ്ടി വരും. സാധാരണഗതിയിൽ അത്തരം ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. കോടതി എന്ത് പറയുന്നു എന്നത് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. എന്തായാലും അതിനു മുൻപായി സിദ്ദിഖിനെ പിടികൂടാൻ, സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്നലെ മുഴുവൻ സമയവും തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോഴും തെരച്ചിൽ പല ഭാഗങ്ങളിലായിട്ട് തുടരുന്നു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും സിദ്ദിഖിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം അങ്ങനെ സാധ്യമാവുന്ന രീതിയിലേക്ക് ഇതുവരെയും അന്വേഷണം എത്തിയിട്ടുമില്ല. സിദ്ദിഖിന്റെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചും മറ്റ് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ ആലപ്പുഴയിൽ ഉണ്ട് എന്ന രീതിയിൽ സിദ്ദിഖിന്റെ വാഹനം അവിടെ കണ്ടു എന്ന രീതിയിലെല്ലാം തന്നെ വിവരങ്ങൾ വന്നിരുന്നു. ഇത് സംബന്ധിയായ അന്വേഷണങ്ങൾ നടത്തിയെങ്കിൽ കൂടിയും സിദ്ദിഖിലേക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെയും എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇതൊരു വലിയ രീതിയിലൊരു വിമർശനം അന്വേഷണ സംഘത്തിനും നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം ഇതിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ സിദ്ദിഖിന്റെ മേലിൽ കൂടി അതിലൊരു നിരീക്ഷണം വേണ്ടതായിരുന്നു. കാരണം വലിയ രീതിയിൽ തന്നെ അന്വേഷണം അന്വേഷണം നടക്കുകയും അതോടൊപ്പം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. അതിലെല്ലാം സിദ്ദിഖിന് എതിരായി വലിയ രീതിയിലുള്ള തെളിവുകൾ അടക്കം അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു. പ്രോസിക്യൂഷൻ അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സിദ്ദിഖിന് തിരിച്ചടി ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടലിലേക്ക് എന്തുകൊണ്ട് അന്വേഷണ സംഘം പോയില്ല? അങ്ങനെയെങ്കിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിരുന്നു. സിദ്ദിഖിന്റെ പുറത്ത് നിരീക്ഷണം ഏർപ്പെടുത്തേണ്ടതായിരുന്നു. കാരണം തൊട്ട് അടുത്ത മണിക്കൂറുകൾ വരെയും അദ്ദേഹം കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ തന്നെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്, മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചു. അപ്പോൾ ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ, ഇത് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെയും സിദ്ദിഖിന് മേൽ ഒരു നിരീക്ഷണം വേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് പുറമെ ഉയരുന്ന ഒരു പരാതികൾ. എന്തുകൊണ്ട് അത് ഉണ്ടായില്ല എന്ന് അന്വേഷണ സംഘത്തിന് മേൽ വലിയ രീതിയിൽ ഒരു ചോദ്യമായി ഉയരുന്നുണ്ട്. അത് മറയ്ക്കുന്നതിന്, അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്കെല്ലാം തന്നെ സംഘം നീങ്ങിയത്. പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരത്തിന് പുറത്തും അടുത്ത ജില്ലയിലെല്ലാം തന്നെ ഈ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല എന്നതാണ്. ഇന്നലെ വൈപ്പിലെ എടപ്പറ്റക്കാട്ടുള്ള സിദ്ദിഖിന്റെ കുടുംബ വീട്ടിലും എല്ലാം തന്നെ ഈ അന്വേഷണം എത്തിയിരുന്നു. അടുത്ത ബന്ധുക്കളിലേക്ക് അവരെ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചോ എന്നതെല്ലാം തന്നെ അറിയാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും ഫലവത്തായില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു ദൃശ്യങ്ങൾ. ഇതിൽ അന്വേഷണം തുടരുന്നു സിദ്ദിഖിന് വേണ്ടി തന്നെ. പക്ഷേ ഇത് സുപ്രീം കോടതിയിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന്, സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശം നൽകലാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പല ഭാഗങ്ങളും തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും എന്താണ് ഇനി വരും മണിക്കൂറുകളിൽ സിദ്ദിഖിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം എന്നതാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. ഏത് രീതിയിലേക്ക് അന്വേഷണം പോകുന്നു എന്നതാണ്. എൽദോ, ഈ സുപ്രീം കോടതിയിൽ സിദ്ദിഖിന് ഉന്നയിക്കാൻ കഴിയുന്ന വാദം എന്തായിരിക്കും? അത് ഒരുപക്ഷെ ഈ പരാതിക്കാരി അതിജീവിത പരാതി നൽകാൻ വൈകി എന്നുള്ള ഒരു വാദത്തിലേക്ക് ഊന്നിയായിരിക്കുമോ ഈ സുപ്രീം കോടതിയെ സമീപിക്കുക സിദ്ദിഖ്?
എൽദോ, ഇതില് പല കേസുകളിലും നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അതിൽ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വരട്ടെ എന്നതെല്ലാം തന്നെ പറയുമ്പോഴും അതിൽ ചില പ്രതീക്ഷകൾ ബാക്കി നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇന്നലെ സിദ്ദിഖിന് ഹൈക്കോടതിയിൽ നിന്ന് ഗുരുതരമായ രീതിയിൽ പരാമർശങ്ങൾ ഏൽക്കേണ്ടി വന്നു. കാരണം സിദ്ദിഖ് ഉയർത്തിയ പരാതികൾക്ക് തന്നെയാണ് കനത്ത തിരിച്ചടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പരാതി നൽകാൻ വൈകി. അതോടൊപ്പം തന്നെ ആദ്യം ഉന്നയിച്ച പരാതിയിൽ ഒരിടത്തും ബലാത്സംഗം എന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല. തനിക്കെതിരെ ആസൂത്രിതമായ രീതിയിൽ ഒരു ഗൂഢാലോചന ചിലർ നടത്തിയതിന്റെ ഭാഗമാണ് ഇതെന്നെല്ലാം പറയുന്നു. പക്ഷേ അതിനെല്ലാം കൃത്യമായി ഹൈക്കോടതി മറുപടി നൽകുന്നു. സിംഗിൾ ബെഞ്ച് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് ഡയസിന്റെ വിധിന്യായത്തിൽ അതുണ്ട്. അതിൽ പറയുന്നത് ഇത് പരാതി നൽകാൻ വൈകുന്നു എന്നത് അതൊരു കാരണമാകേണ്ടതില്ല. അതിന് പല വിഷയങ്ങളുണ്ടാകാം. അതിന് കുറ്റപ്പെടുത്തേണ്ടതില്ല, അതിന് അതിജീവിതത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അവർക്ക് പല വിഷയങ്ങൾ, ഭയവും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടാകാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരാതി നൽകാൻ വൈകി എന്നത് ഒരു കാരണമേ ആകുന്നില്ല അവരെ അത് കുറ്റപ്പെടുത്തുന്നതിന്. അത് ഉപയോഗിച്ചുകൊണ്ട് അവരെ അപഹസിക്കുക, അതൊരിക്കലും നീതീകരിക്കാൻ കഴിയുന്നില്ല. ആദ്യ പരാതിയിൽ ബലാത്സംഗം എന്ന രീതിയിൽ തന്നെ വന്നിട്ടില്ല എങ്കിൽ കൂടിയും അത് അവരുടെ പരാതി നിലനിൽക്കുന്നതാണ്. അതിന്റെ മെറിറ്റിൽ തന്നെ അത് കാണേണ്ടതാണ്. അത് മാത്രവുമല്ല, സിദ്ദിഖ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഇതിൽ കൃത്യമായ രീതിയിൽ പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോടതി അത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിനെതിരെയുള്ളത് ഗൗരവതരമായ ആരോപണങ്ങളും കാര്യങ്ങളുമാണ്. അതിനെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച കാര്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ സിദ്ദിഖിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുക. കാരണം ഹൈക്കോടതിയുടേതാണ് പരാമർശങ്ങൾ, സംസ്ഥാനത്തെ വലിയ കോടതിയുടേതാണ് പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ അത് പ്രോസിക്യൂഷൻ അത് മുന്നോട്ട് വയ്ക്കും. ഇത്തരം കേസുകൾ, ഇത്തരം പീഡന കേസുകളിലെല്ലാം തന്നെ ശക്തമായ നിലപാടുകളാണ് സുപ്രീം കോടതിയും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതത്രയും ഹൈക്കോടതി പറഞ്ഞതാണ്. അതത്രയും സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വരും. സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് രീതിയിലാണ് അത് തീരുമാനമുണ്ടാകുക എന്നതെല്ലാം തന്നെ ഇനി അവിടെ ആശ്രയിച്ചിരിക്കും. എന്തായാലും അത്തരം വലിയ രീതിയിലുള്ള ഒരു അനുകൂലമായ ഒരു സാഹചര്യം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് ആരും തന്നെയും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരം കേസുകളുടെ ഒരു സ്വഭാവം ഈ രീതിയിലായതുകൊണ്ട് തന്നെയും അവിടെ നിന്നും ഇനി ഉണ്ടായാൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ സിദ്ദിഖിന് മറ്റു വഴികളില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ വരും. അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് തന്നെ സിദ്ദിഖിന് തന്നെ കടന്നു വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും കാര്യം. റൈറ്റ്. സിദ്ദിഖിന് എല്ലാ ഫോൺ നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് സിദ്ദിഖ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.